ദിവസവും ചക്കക്കുരു ഒക്കെ നന്നാക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക്കാണ്. പക്ഷെ അത് എളുപ്പമാക്കാൻ ഒരു സൂത്രമുണ്ട്. ഇതിന്റെ ഗുണം ശരിക്കും മനസ്സിലാക്കിയ ഒരു കുരു പോലും നമുക്ക് പാഴാക്കാൻ മനസ്സ് വരില്ല. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഇവിടെ ഒരു 20ഓളം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. പൾസ് മോഡിലിട്ടിട്ട് വെള്ളം ഒഴിക്കാതെ. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ചക്ക സീസണിൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ ചക്കക്കുരു ഉണ്ടാവും. പക്ഷെ നമ്മൾ അത് മടി കാരണോ അല്ലെങ്കിൽ സമയമില്ലാത്ത കാരണം കൊണ്ട് ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനൊന്നും മെനക്കെടാറില്ല. മുഴുവനായിട്ട് തൊലി കളഞ്ഞോ അല്ലെങ്കിൽ കളയാതെയോ പുഴുങ്ങിയിട്ട് അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരാഴ്ചയൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ടത് മാത്രം എടുത്തിട്ട് ഉപയോഗിക്കാം. ഇതിലേക്ക് 2 സവാള നമുക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി കൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയും പുതിനയിലയാണ്. മല്ലിയില നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പുതിനയിലയും നമുക്ക് ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇനി ചക്കക്കുരു പൊടിച്ചതിൻ്റെ പകുതി അളവിൽ നമുക്ക് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കടലപ്പൊടി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ചേർത്ത് കൊടുത്തിട്ടും ഉണ്ടാക്കാം. ഇതുപോലെ കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴയ്ക്കണം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആ പാത്രത്തിൽ കുഴയ്ക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് വേറൊരു പാത്രത്തിലിട്ട് കുഴച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് പിന്നെ മാറ്റിയത്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നമുക്ക് ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്, വറുത്തെടുക്കേണ്ടത്. പിന്നെ വറുത്ത് കോരുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് കോരാം. അല്ലെങ്കിൽ ചിലപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് തോന്നും, പക്ഷേ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം വറക്കാൻ. ഇപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കത് കോരിയെടുക്കാം. ഈ മാവ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ഉണ്ടാക്കുന്നുണ്ടേ. ഇതിപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കവട തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും എല്ലാവർക്കും. ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അടുക്കളയിൽ ചക്കക്കുരു ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നിരാശപ്പെടേണ്ടി വരില്ല. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചക്കക്കുരു പാഴാക്കാതെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ സ്നാക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. കടലപ്പൊടിക്ക് പകരം നമ്മൾ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള പക്കവടയാണ് കിട്ടുക. അതും ഉഗ്രൻ ടേസ്റ്റ് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കണേ. ഇതിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഫൈബറൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഒരു 4 ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടും കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വട്ടത്തിൽ പരിപ്പ് വടയൊക്കെ പരത്തി ഇടണ പോലെ അങ്ങനെ ഉണ്ടാക്കുക ചെയ്തത്. ശരിക്കും പരിപ്പ് വടയുടെ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു അത് കഴിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. ഒരു ഭാഗം ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കത് കോരിയെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നിങ്ങൾക്ക് ഉപകാരമുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.